ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും ഇന്നത്തെ ടാസ്ക് എല്ലാവരും കണ്ടു കാണും. ആര്യൻ കൊടുത്ത ടാസ്ക് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുളമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാനവാസ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ടാസ്ക് എല്ലാം നിങ്ങൾ കണ്ടു കാണും, അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും, അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നിങ്ങളിത് മാക്സിമം ഇത് മൊത്തവും കാണാൻ ശ്രമിക്കുക. ഞാനിത് ഷാനവാസ് പൊളിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഷാനവാസ് അവിടെ ഒരു മൈൻഡ് ഗെയിമോ ഒരു ഗെയിമും അല്ല അവിടെ കളിച്ചത്. ഒരുപാട് കമന്റുകളൊക്കെ ഞാൻ കാണാനിടയായി. മൈൻഡ് ഗെയിം കളിച്ചതാണ് ഷാനവാസ്, അതുപോലെ തന്നെ ആര്യൻ എന്തോ പവർ കിട്ടും അതുകൊണ്ട് അത് കിട്ടാതിരിക്കാൻ വേണ്ടി കളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതൊക്കെ കണ്ടു. ന്യായീകരിക്കുന്നതിനൊക്കെ ഒരു പരുവം ഇല്ലയോ, ഒരു പരിധി ഇല്ലയോ? ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുമ്പോൾ അത് സീക്രട്ട് ടാസ്ക് ആണെന്നും അതിന്റെ തെളിവുകൾ മൊത്തവും നിരത്തി വെച്ചിട്ട് ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ഗെയിമർ? ഞാൻ അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എനിക്ക് ഷാനവാസിന്റെ ഗെയിമൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തെല്ലാം സപ്പോർട്ട് ചെയ്ത് നല്ല വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഷാനവാസ് അവിടെ ഒരു ഞാൻ എന്തോ വലിയ സംഭവമാണ്, എന്നെ നിങ്ങൾക്ക് ആർക്കും കളിപ്പിക്കാനൊന്നും പറ്റത്തില്ല, എൻ്റെ അടുത്തൊന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ അവിടെ പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നി. എന്തോ ഒരു പുച്ഛഭാവത്തോടു കൂടിയൊക്കെ ഞാൻ എന്തോ ആണ്, എൻ്റെ അടുത്താ കളി, ഞാൻ ഒരു വലിയ മൈൻഡ് ഗെയിമറാണ്, എന്നോട് നിങ്ങളുടെ ഒന്നും കളി നടക്കത്തില്ല മോനെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ ജാടയൊക്കെ ഇട്ടിട്ട് പോയി ഇരുന്ന് ആലോചിക്കുന്നതൊക്കെ കണ്ടു. അതിനുശേഷം ആര്യൻ അവിടെ പറയുന്നുണ്ട് എന്റെ അമ്മയാണ് സത്യം. ഇതെല്ലാം തെളിവുകളെല്ലാം കാണിച്ചതിന് ശേഷം പിന്നെ അമ്മയെ കൊണ്ട് സത്യം ഇടുന്നു. അതിനുശേഷം ലക്ഷ്മി വന്ന് സംസാരിക്കുന്നു. ലക്ഷ്മി പറയുന്നുണ്ട് എന്റെ കുഞ്ഞാണ് സത്യം എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ ഷാനവാസ് ഏത് ലോകത്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഷാനവാസിന് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളൊന്നും, ഈ കാണിച്ച തെളിവുകളിൽപ്പെട്ട സാധനങ്ങളൊന്നും ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇതുവരെയും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വെളിയിൽ നിന്ന് വേറെ ആരെങ്കിലും കൊണ്ടു കൊടുക്കാതെ ഈ സാധനം അകത്തോട്ട് കയറുമോ? അല്ലെങ്കിൽ അവിടെ നിന്ന് പാചകം ചെയ്ത് എടുത്തതാണോ ആര്യനും കൂട്ടരും? ഒന്നും അല്ലല്ലോ. അപ്പം ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലായിരുന്ന ഒരു ഷാനവാസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാൻ, മെഴുകാനുള്ളവർക്ക് മെഴുകാം. പക്ഷെ ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഷാനവാസിനെ എനിക്ക് പിന്നെ കാണാനിടയായി. ഷാനവാസ് അവിടെ കിടന്നുകൊണ്ട് ഡയലോഗ് ഒക്കെ ചുമ്മാ അടിച്ചു വിടുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട് നിനക്ക് പറ്റിയ ഫാൾട്ടാണ്, നിനക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് ആര്യം പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. ഷാനവാസിന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ഷാനവാസിന് അത് അങ്ങോട്ട് സമ്മതിക്കാൻ ഒരു പാട് എന്ന് വെച്ചാൽ അതിനെ ന്യായീകരിച്ച് പിന്നെ അങ്ങോട്ട് കിടന്നങ്ങ് മെഴുകിയിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നു ഈ ടാസ്കിൽ പങ്കെടുത്ത എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഷാനവാസിന് അങ്ങോട്ട് എനിക്കിനകത്ത് പാർട്ടാകാനും പറ്റിയില്ല, എന്നെ വിളിച്ചതുമാണ്, എനിക്ക് അങ്ങോട്ട് പോയി അതിലോട്ട് പങ്കെടുക്കാനും പറ്റിയില്ല എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ, മനസ്സിനകത്തൊരു ഇത് വരുമല്ലോ, ഒരു അസൂയ കുശുമ്പ എന്നൊക്കെ പറയാം, ആ സമയത്ത് ഉണ്ടായി. അതിനുശേഷം കാണിച്ചത് മൊത്തം യാന്ത്രികമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ മാക്സിമം ചുമ്മാതെ പോയിട്ട് ഞാൻ ചെയ്തതാണ് ശരി, ഞാനാണ് കറക്റ്റായിട്ട് കളിച്ചത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന ഒരു ഷാനവാസിനെ എനിക്ക് അവിടെ കാണാൻ പറ്റി. ആ ടാസ്ക് കുളമാകാൻ ഏറ്റവും കാരണക്കാരനായത് ഈ ഷാനവാസ് തന്നെയാണ്. ഷാനവാസിനെ എത്ര ന്യായീകരിച്ചാലും ആരൊക്കെ ന്യായീകരിച്ചാലും ഞാൻ പറയും, അവിടെ പറയുന്ന ബിന്നി, ഇവരെല്ലാവരും ആദ്യം വിശ്വസിച്ചില്ല. ബിന്നി, ലക്ഷ്മി, അക്ബർ, സാബുമാൻ ഒഴിച്ച്. എന്നുവെച്ചാൽ സാബുമാൻ പിന്നെ നോ, യെസ് ഓർ നോ, അത് അവൻ വിഷയമല്ല. സാബുമാൻ അവിടെ വിഷയമേ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, സാബുമാൻ ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിശ്വസിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഇത്രയും തെളിവുകൾ കാണിച്ചപ്പോൾ അവർക്ക് കുറച്ചൊരു സാമാന്യ ബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ വിശ്വസിച്ചു, അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു. ഇത്രയത്തിന്റെ കാര്യമേ ഉള്ളായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് ഷോ കാണിച്ച് എന്നെ ഇവരെല്ലാം കൂടെ അങ്ങ് ചതിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഇവരൊക്കെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസമായില്ല. പെട്ടെന്ന് ഒരു സ്നേഹമൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് അതൊക്കെ ഒരു ന്യായീകരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇത്രയും തെളിവുകളൊക്കെ മുന്നേ ഇരിക്കുമല്ലേ. കുഞ്ഞിനെ കൊണ്ട് സത്യം ഇടുന്നു ഒരാള്, മറ്റൊരാള് അമ്മയെ പിടിച്ച് സത്യം ഇടുന്നു. അത്രയും പറഞ്ഞിട്ട് പോലും വിശ്വാസം ആയില്ലെങ്കിൽ നിനക്കിത് എവിടുന്ന് കിട്ടുന്നു, നിനക്കിത് എങ്ങനെ വരുന്നു, ഇതൊക്കെ പറഞ്ഞാലേ പുള്ളി വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നീ വിശ്വസിക്കണ്ട, ഒരു കാര്യം ചെയ്യും. ആരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാനവാസ് വിശ്വസിക്കണ്ട, പക്ഷെ ഇത് ആരോടും പറയാതിരിക്കാൻ പറ്റുമോ, കൊണ്ടുതരുന്നത് കഴിക്കാൻ പറ്റുമോ, അപ്പൊ അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയ ഷാനവാസ് അത് നേരെ പോയിട്ട് ആദിലയോട് അങ്ങ് വിളമ്പി. സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇവർ വിളിച്ചതെന്ന് അങ്ങനെയാണ് പറയുന്നത്. സീക്രട്ട് ടാസ്ക് എന്തോ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്കത് എന്താണെന്നൊന്നും മനസ്സിലായില്ല, എന്തോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഞാൻ നോക്കിയപ്പം ആദിലയുടെയും നൂറയുടെയും കൂടി ഇരുന്ന് കളരും പോലീസും കളിക്കുന്നു. മറ്റേ പേപ്പറിൽ എഴുതി നമ്മൾ കളിക്കുമല്ലോ, അതുപോലെ എന്തോ ഒരു സംഭവം അവിടെ ഇരുന്നുകൊണ്ട് കണ്ണും പൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കാതെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷാനവാസിനെ എനിക്ക് കാണാൻ പറ്റി. എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഷാനവാസ് അതിനകത്ത് പങ്കെടുക്കണ്ട, ഞാൻ പറഞ്ഞ ഷാനവാസ് ഓക്കെ, ഷാനവാസിന് വിശ്വാസം വന്നില്ല, പങ്കെടുക്കണ്ട. ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാനവാസ് ഇത് ആരോട് പറയരുത്, പോയി മിണ്ടാതിരുന്നാ പോരെ.
അവിടെ അത് ഓടിപ്പോയി അപ്പൊ തന്നെ ആദിലോട് പറയുന്ന ഒരു ഷാനവാസിനെ എനിക്ക് കാണാൻ പറ്റി. മൈൻഡ് ഗെയിമറാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഷാനവാസിനോട് എനിക്ക് ഇഷ്ടമാണ്. ഷാനവാസിന്റെ ഗെയിമുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്, ചില ഗെയിമുകളൊക്കെ. പക്ഷെ ഈ ഇടയായിട്ട് ഷാനവാസിന്റെ ഗെയിം മൊത്തത്തിൽ ഫ്ലോപ്പ് ആകുന്ന പോലൊക്കെ എനിക്ക് തോന്നി. എന്നുവെച്ചാൽ ഓവർ എക്സൈറ്റ്മെന്റിൽ ഷാനവാസ് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം ആര്യനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനകത്ത് ആര്യനാണ് ആദ്യം ഈ പറയുന്ന ഷാനവാസിനെ പിടിച്ച് തള്ളുന്നത്, അത് ഞാൻ കണ്ടതാണ്. അതിനുശേഷം ഷാനവാസ് നല്ലൊരു തള്ളു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊന്നും ഫിസിക്കൽ അസാൾട്ടിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ കംപ്ലൈന്റ് ഇല്ല, ആർക്കും കംപ്ലൈന്റ് ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതിനകത്ത് കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതിലും വലുതൊക്കെ നടക്കുന്നുണ്ട്, ഇതിലും വലുതൊക്കെ അവിടെ നേരത്തെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മളെ കാണിച്ചില്ല എന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നും അതിനെക്കുറിച്ച് ആദിൽ അവർ സംസാരിക്കുന്നുണ്ട്. നൂറേയും കൂടി ഇതിന്റെ എന്തൊക്കെ ഫിസിക്കൽ അസാൾട്ട് അവിടെ നടന്നു എന്നുള്ളതൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, അനുമോള്. ഈ പറയുന്ന അനുമോളോട് എന്തായാലും ഇവർ ഈ ടാസ്കിനെ കുറിച്ച് സംസാരിച്ചിട്ടോ ഈ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് സംസാരിക്കുകയൊന്നും ഈ ഷാനവാസ് ചെയ്തിട്ടില്ല. അതുപോലെ ആരും ചെയ്തിട്ടില്ല. പക്ഷേ ഇവർക്ക് പറ്റിയൊരു അബദ്ധം എന്താന്ന് വെച്ചാൽ സാബു മോനെ അകത്തോട്ട് കൊണ്ടുപോകുന്ന സമയം ഇവരാരും ശ്രദ്ധിക്കാതെ അനുമോൾ ഇത് കാണുന്നുണ്ടായിരുന്നു. അതും അക്ബർ തോളത്തെ കൈയിട്ടുകൊണ്ട് ഒരാളെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തവും യാന്ത്രികമായിരുന്നു. ഈ കളത്തരം ചെയ്തിട്ട് കടന്ന് ഉരുളുമല്ലോ, ആ ഒരു സംഭവമായിരുന്നു പിന്നെ അവിടെ നടന്നത്. ഇവരെ അകത്തോട്ട് കൊണ്ടുപോയി ബാത്റൂമിനകത്ത് ഒളിപ്പിച്ചു. ആര്യനാണെങ്കിൽ ഈ സാവുമാനെ കൊണ്ട് ബാത്റൂമിനകത്ത് ഒളിപ്പിച്ചു. സാവുമാൻ അകത്ത് കയറി ലോക്ക് ഇട്ടു. പക്ഷേ എന്തോ ഡൗട്ട് അടിച്ച അനുമോൾ എന്തോ ചെയ്തു, അവിടെ വന്നിട്ട് കുറച്ചു നേരം അവിടെ നിൽക്കുന്നുണ്ട്. നിന്നതിന് ശേഷം ആ ബാത്റൂം തുറക്കാൻ നോക്കുന്നു, തുറക്കാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം തുറക്കാൻ പറ്റുന്നുണ്ട്. അവിടെ വന്ന് കൊട്ടുന്നു, തുറക്കുന്നില്ല. അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം അവിടെ ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മിയുടെ ഓവർ ആക്ടിങ് ഒന്നും കൂടെ അനുമോൾക്ക് സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ. അതിനുശേഷം അക്ബർ കാണിച്ചൊരു അബദ്ധമുണ്ട്. അക്ബർ കുറച്ചു നേരം പോയിട്ട് അവിടെ ഇരിക്കുന്നു. എവിടാ, ഈ ബാത്റൂമിന്റെ അവിടെ സീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ പോയി ഇരിക്കുന്നു. അതിനുശേഷം ലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, മുഖം കഴുകുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ഇതിനെല്ലാം രസം എന്താന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പാളിപ്പോയത് എവിടെയാന്ന് വെച്ചാൽ ലക്ഷ്മി ഭയങ്കര ഗെയിമറാന്നാണ് ലക്ഷ്മി വിചാരിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കരമാന്നാ. നമ്മളെല്ലാം ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. അതിനകത്ത് അനുമോൾ അവിടെ തന്നെ നിൽപ്പുണ്ട്, അവിടുന്ന് എങ്ങും മാറിയിട്ടില്ല. ഈ പറയുന്ന ബാത്റൂമിനകത്ത് കയറിയത് അതിനുശേഷം ലക്ഷ്മി ഒരു ബാത്റൂമിനകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോഴും അനുമോൾ അവിടെ നിന്ന് അപ്പുറത്തെ ബാത്റൂമിലാണ് കൊട്ടുന്നത്. ഇറങ്ങി വന്നിട്ട് ഈ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്റെ ഡോറിൽ ആരാ കൊട്ടിയെന്ന്. എന്നുവെച്ചാൽ ആ ഡോറിൽ ആരും കൊട്ടിയിട്ട് പോലും ഇല്ല. മൊത്തം കൊട്ടും സംസാരവും ഒക്കെ നടക്കുന്ന ഇപ്പുറത്താണ്. പക്ഷെ അവിടെ ലക്ഷ്മി ട്വിസ്റ്റ് ചെയ്യാൻ നോക്കിയതാ, നടന്നില്ല. ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി. അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് അനുമോള് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ നിനക്ക് അറിയത്തില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ടാസ്ക് പോയി. അതിനുശേഷം അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ആരാണ്, മലയാളിയാണ്, ഒരു കണ്ടസ്റ്റന്റ് ആണ്, പഴയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ സാബുമോന്റെ പേരും എടുത്ത് പറയുന്നുണ്ട്. ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയത് ആര്യനാണെങ്കിലും ടാസ്ക് മൊത്തത്തിൽ തൂക്കിയത് അനുമോളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ശരി, ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്ത് പറയണമെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം, ഇന്ന ആളെ ഞങ്ങൾ കേട്ടുന്നുണ്ട്, ഇന്ന ആളാണെന്ന്. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് എങ്ങനെ പറയും? അനുമോളെ ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ ഷാനവാസ് ആണ് ഇത് കുളവാക്കാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഇവര് നെവിനെ തെരഞ്ഞെടുക്കാനാണ് ഇരുന്നത്. പക്ഷെ ഇവരെ നെവിനെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇവർ കുറച്ചും കൂടെ ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയേനെ. കാരണം ഈ സിഗരറ്റ് റൂമിൽ പോകുന്നത് നെവിനാണ് കൂടുതലും. അതുപോലെ തന്നെ ആര്യൻ വലിക്കാറുണ്ടെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഇന്ന് എനിക്ക് അങ്ങനെ പോകുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അപ്പം വലിക്കുമായിരിക്കും, അതറിയത്തില്ല. എന്നാലും നെവിനാണ് ഇപ്പോൾ അവിടെ നിലവിൽ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോകുന്നത്, മിക്കവാറും പോകുന്നത്. അപ്പോൾ ഈ നെവിനെ എടുത്തിരുന്നെങ്കിൽ ഇവർ ആ റൂമിനകത്ത് ഈ സാബുമോനെ എത്ര നേരം വേണമെങ്കിലും ആ സിഗരറ്റ് വലിക്കുന്ന ആ റൂമിനകത്തോട്ട് സ്മോക്കിംഗ് റൂമിൽ ഇരുത്താമായിരുന്നു. നെവിനേക്കാൾ വിശ്വാസം ഈ പറയുന്ന ഷാനവാസിനോടായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ ചിന്തിച്ചത് ശരിയാണ്. ഫുഡ് എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നെവിൻ ആണെങ്കിൽ അതിൽ മതിമറക്കും, കഴിക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതിൽ എനിക്ക് തെറ്റൊന്നും പറയുന്നില്ല. ആര്യൻ അവിടെ ബുദ്ധിപൂർവ്വം കളിച്ചു എന്നുള്ളൂ. ആര്യനായാലും അക്ബർ ആണെങ്കിലും അവരുടെ എല്ലാം തീരുമാനം ഒന്ന് തന്നെയായിരുന്നു. എന്താ വെച്ചാൽ നെവിനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫുഡ് എന്ന് കേൾക്കുമ്പോൾ വീഴുന്നത് നമുക്കറിയാം. അപ്പൊ നെവിന്റെ വായിൽ നിന്നും ഈ ടാസ്ക് പൊളിയുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ നെവിനെ ഉൾപ്പെടുത്തായിരുന്നത്. പക്ഷെ അവിടെ നെവിൻ അതിനുശേഷം പറയുന്നുണ്ട്, എനിക്ക് ഞാൻ നല്ലൊരു മൈൻഡ് ഗെയിമർ ആണെന്ന് ഇവർക്ക് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലാക്കി കൊടുത്തതാണ്. ഞാൻ ആ കോയിൻ കൊടുത്തപ്പോൾ തന്നെ. പക്ഷെ എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇവരെന്നെ മാറ്റി നിർത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ആ സമയത്ത് ആര്യന്റെയും അക്ബറിന്റെയും ഭാഗത്തെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, ഇവൻ ഈ ഫുഡിൽ ആക്രാന്തം കാണിക്കുന്നത് കൊണ്ട്. ഞാൻ പറഞ്ഞത് നെവിൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കളി അവിടെ കളിക്കാമായിരുന്നു, പെട്ടെന്നൊന്നും പിടിക്കപ്പെടത്തില്ലായിരുന്നു. പിന്നെ ഇതൊരു ലാസ്റ്റ് ടാസ്ക് ആണെന്ന് ബിഗ് ബോസ് എടുത്തു തന്നെ പറഞ്ഞിരുന്നു. ഇതിനുശേഷം ന്യായീകരിക്കുന്ന കണ്ടായിരുന്നു. നിവിൻ ഇതിനെക്കുറിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇതിന് ശേഷവും കുറച്ച് രണ്ടുപേരെ ചേർക്കും എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു നെവിനെ എന്ന് പറയുന്ന ഒരു കള്ളത്തരം അവിടെ ഈ പറയുന്ന അക്ബറും ആര്യനും കൂടി നെവിനോട് പറയുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ടാസ്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബിഗ് ബോസിനും അറിയാം ഒരാളെ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അധിക സമയമൊന്നും അങ്ങനെ നിർത്താൻ പറ്റത്തില്ല.
അത് ബിഗ് ബോസിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ബിഗ് ബോസ് ലാസ്റ്റ് ടാസ്ക് എന്ന് തന്നെ പറഞ്ഞതും. ഇവർ ആ സ്മോക്കിംഗ് റൂമിൽ ഇപ്പൊ കുറച്ചു നേരം കൂടി സാബുമോനെ ഇരുത്തിയിരുന്നു എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് പറഞ്ഞു ഒരാളെ ഒരുപാട് നേരം ഉറത്ത് നിർത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. മാറ്റിക്കൊണ്ടേ ഇരിക്കണം ഈ വരുന്ന ആളിനെ. എവിടെ മാറ്റാൻ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് എങ്ങും പറ്റത്തില്ല. എന്തായാലും ടാസ്ക് അങ്ങനെ പൊളിഞ്ഞു. ഞാൻ പൊളിഞ്ഞു എന്ന് പറയാൻ കാര്യം ലാസ്റ്റ് അനുമോള് പൊളിച്ചു. അത് നമുക്ക് കറക്റ്റായിട്ട് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ അതിനകത്ത് എഫേർട്ട് എടുത്തില്ലേ, അതിനകത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ ആര്യനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അക്ബറാണ്. അത് രണ്ടുപേരെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു, ആര്യനെ അക്ബറിനെയും. ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ പ്ലെയേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ ഈ കളിയിൽ. പക്ഷെ അനുമോള് ഈ 3 പേരാണ് ഈ ടാസ്ക് തൂക്കിയത്. പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ അവിടെ വിളിച്ചിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ആ ഷാനവാസിന് കുരു പൊട്ടുന്നത്. ഷാനവാസിന് പിന്നെ മനസ്സിലായ കയ്യിൽ നിന്ന് പോയി, സംഭവം കയ്യിൽ നിന്ന് പോയല്ലോ, പിന്നെ അതിനെ ന്യായീകരിച്ച് മെഴുകണമല്ലോ. അപ്പൊ ന്യായീകരിച്ച് മെഴുകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് പറയുന്നത് എനിക്ക് ഇവരെ ഒന്നും വിശ്വാസമില്ല. അവിടെ ആരെയാണ് വിശ്വാസം? ആദ്യം മുതൽ ലാസ്റ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം മുതൽ ഇവിടെ ആരെയും വിശ്വാസമൊന്നുമില്ല. അതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പറയുന്ന ഷാനവാസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ബാക്കിയുള്ളവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ തെളിവുകൾ എന്നൊരു സംഭവം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന രീതിയിലൊക്കെ ഷാനവാസിന് ചിന്തിക്കാമായിരുന്നു. ഷാനവാസും ഇതിനകത്തൊരു പാർട്ട് ആയേനെ, ഷാനവാസിന് അത് പോസിറ്റീവായിട്ട് വന്നേനെ. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം ഏകദേശം ഈ ലൈവ് കണ്ടവർക്ക്, എപ്പിസോഡിനേക്കാൾ കൂടുതൽ ലൈവ് കണ്ടവർക്ക് ഷാനവാസിനോട് ശരിക്കും ഒരു ദേഷ്യം ഉണ്ടായി കാണും. നിങ്ങൾ ഫാനിസം മാറ്റി വെച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ ഇത് കാരണം ഷാനവാസ് മൊത്തത്തിൽ പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ ഒരു ഗെയിമർ അല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ഷാനവാസിന് ഗെയിമുണ്ട്, പക്ഷെ ചിന്തിച്ച് കളിക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് ഇന്നത്തെ ഗെയിമിൽ എനിക്ക് തോന്നിയത്. ഇന്നത്തേതല്ല, കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നതിന് ശേഷം അവിടെ എല്ലാവരും ചേഞ്ചായി. ആ കൂട്ടത്തിൽ ഈ ഷാനവാസ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ചേഞ്ച് ആയി പോയി. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പോലൊക്കെ എനിക്ക് ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേര് ഞാൻ പറഞ്ഞു ഈ ടാസ്കിൽ. ആ ടാസ്ക് വൃത്തിയായിട്ട് കൊണ്ടുപോയത് ആര്യന്, അക്ബർ, അതുപോലെ തന്നെ അനുമോളുടെ ബുദ്ധി കാഞ്ഞ ബുദ്ധി. CID അത് വേറെ കാര്യം, നേരത്തെ CID പിന്നെ അനുമോളുടെ കളി. അനുമോള് ഇപ്പൊ ചിലർ പറയുന്നുണ്ട് അനുമോൾ അങ്ങനെ കണ്ടത് കൊണ്ടല്ലേ അനുമോള് പിടിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും അക്ബർ ഒരാളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഇതുവരെ ഇത്രയും ദിവസമായിട്ടും ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ അക്ബറിന്റെ അത്രയും ഹൈറ്റ് ഉള്ള ഒരാള് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്ര ഇതുള്ള ഒരാള് ഇവിടെ ഇല്ല. അങ്ങനെയാണ് അനുമോൾക്ക് സംശയം അടിക്കുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഓവർ ആക്ടിങ് അതും എടുത്തു പറയുന്നുണ്ട് അനുമോള്. എന്തായാലും അനുമോള് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണേലും കാഞ്ഞ ബുദ്ധിയാണ്, അത് സമ്മതിച്ചിരിക്കുന്നു. ഒരു ഗെയിമർ അല്ല അവിടെ ഒരു ഗെയിമർ അല്ലാതെയാണ് നിൽക്കുന്നത്, PR-ന്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നവർക്കുള്ള കൃത്യമായ ഒരു മറുപടിയാണ് ഇന്ന് അനുമോള് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും എനിക്ക് നല്ല ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു. അനുമോളുടെ സ്ഥാനത്ത് പക്ഷെ ബാക്കിയുള്ളവർ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവർ ചെയ്യുന്നത് കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം അവിടെ കണ്ടുപിടിച്ചാൽ അത് പിന്നെ ഒരു വില കാണത്തില്ലല്ലോ. ഇത് അനുമോള് തന്നെ അവിടെ ഇരുന്നോണ്ട് എന്റെ അടുത്താ കളി, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അനുമോൾ ചെയ്ത പോലെ വേറെ ആർക്കും അവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് സത്യമായ കാര്യം. ഒരു തമിഴനല്ല എന്ന് പറയുന്നുണ്ട്. ആദ്യം അവിടെ പോയി തമിഴ് സംസാരിക്കുമ്പോൾ തമിഴനല്ല മലയാളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നു ആദില പറയുന്നില്ല തമിഴ് സംസാരിക്കുന്ന കേട്ടുന്നത്, തമിഴിൽ സംസാരിച്ചാലും അത് മലയാളി ആകാനാണ് ചാൻസ് എന്ന് പറയുന്നു. തിരിച്ച് തമിഴിൽ അകത്തിരുന്നോണ്ട് സാബുമോൻ സംസാരിക്കുമ്പോഴും കൃത്യമായിട്ട് പറയുന്നു ഇത് സാബുമോന്റെ സൗണ്ട് ആണ്, ഇതിനകത്ത് പഴയ കണ്ടസ്റ്റന്റ് സാബുമോൻ ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദില ചോദിക്കുന്നുണ്ട് പിന്നെ ബാത്റൂമിനകത്തുനിന്നില്ലേ പഴയ കണ്ടസ്റ്റന്റ് ഒക്കെ ഇറങ്ങി വരുന്നതെന്നൊക്കെ. അതൊക്കെ വരും, ഇത് സാബുമോന്റെ സൗണ്ടാ, എനിക്ക് സംശയം ഉണ്ടെന്ന് കൃത്യമായിട്ട് അവിടെ അനുമോള് പറയുകയും ചെയ്തു. സാബുമോൻ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മൊത്തത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടത് ആര്യൻ അക്ബറും ഒക്കെ ആണെങ്കിലും ലാസ്റ്റ് ഈ പറയുന്ന ടാസ്ക് തൂക്കിയത് അനുമോളാണെന്ന് നമുക്ക് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും ആര്യനും നല്ല കളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആരും തള്ളി പറയുന്നില്ല അതിനകത്ത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അതിനകത്ത് ഒരു പാട്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ലക്ഷ്മി ആണെങ്കിലും സാവുമാൻ ആണെങ്കിലും ബിന്നിയൊക്കെ ലാസ്റ്റ് ടൈം ഒന്നും ചെയ്തില്ല. അവിടെ ഒരു ഇതും ഇല്ലായിരുന്നു, ഒരു റോളൊന്നും അങ്ങനെ വലുതായിട്ട് ഇല്ലായിരുന്നു. ഫുഡ് അടിക്കുമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. നല്ലൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഷാനവാസിന്റെ പ്രകടനം ഇപ്പൊ എടുത്തൊന്നും പറയുന്നില്ല. എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഷാനവാസ് അവിടെ കാണിക്കുന്ന, അതിനുശേഷം സാബുമോൻ വന്നിട്ട് അക്ബറിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവിടെ ഷാനവാസ് ആ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണിക്കുന്ന പ്രവർത്തികളും കയ്യടിയും ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേ നമുക്കെന്തോ അങ്ങോട്ട് ഇറിറ്റേറ്റ് ആകുന്നു. ഈ പറഞ്ഞ ഷാനവാസും അക്ബറും തമ്മിൽ നേർക്ക് നേരെ പോട്ടിയാണ്. നമുക്കറിയാം എത്ര സ്നേഹത്തോടെ സംസാരിച്ചാലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെയാണ്. പക്ഷേ ഷാനവാസ് ചില സ്ഥലങ്ങളിൽ
ചില സാഹചര്യങ്ങളിൽ ഒരു ഓവർ ആക്ടിങ് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഇപ്പൊ ഷാനവാസ് നല്ല ഗെയിമർ അല്ല ഞാൻ പറഞ്ഞു. ഇത്രയും ദിവസം ഗെയിം കളിച്ച ആളാണ്, നല്ലപോലെ ഗെയിമൊക്കെ കളിച്ചു. പക്ഷെ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ യാന്ത്രികമായി ഒക്കെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഷാനവാസ് മാത്രമല്ല, അവിടെ വീട്ടുകാരെല്ലാവരുടെയും വീട്ടുകാർ വന്നു, എല്ലാവരും അവരവരുടേതായ ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് ചെയ്ത ഗെയിമിൽ പെട്ടുപോയ ഒരാള് ഈ ഷാനവാസും കൂടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഷാനവാസ് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ കൈവിട്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ പ്രത്യേകം ഇന്നത്തെ ലൈവ് കണ്ടവർ കൂടുതലും ഇറിറ്റേറ്റ് ആയിട്ടുണ്ട് ഷാനവാസിന്റെ ആ ഒരു പ്രവൃത്തിയിൽ. പിന്നെ ന്യായീകരിക്കുന്നവർക്ക് എന്തും പറഞ്ഞ് ന്യായീകരിക്കാം, അത് ന്യായീകരിക്കുമല്ലോ, എന്തായാലും മൈൻഡ് ഗെയിം ഒക്കെ ആയിക്കളയും. ഇങ്ങനെയുള്ള ഗെയിമിനൊക്കെ ഭയങ്കര മൈൻഡ് ഗെയിം ആക്കി അങ്ങ് മാറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്റെ അഭിപ്രായം ഇതാണ്, ഇതൊരു മൈൻഡ് ഗെയിം ഒന്നുമല്ല ഷാനവാസിന് അബദ്ധം പറ്റിപ്പോയതാണ്. അത് അവസാനം ഷാനവാസ് തിരിച്ചറിയുന്നുമുണ്ട്. ഷാനവാസിന് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ ന്യായീകരിച്ച് മെഴുകുന്നു, അതിനു വേണ്ടി കുറച്ച് വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാണ് ചുരുക്കം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.